കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ കുറേ നാളായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നൊരു കാര്യം ചെയ്യാൻ പോകുന്നു. വേറെ ഒന്നുമല്ല, ഒരു ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസ് ട്രാക്കിൽ ഓടാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. കാരണം നമ്മൾ റോഡിൽ ഓടുന്ന പോലെ അല്ല ട്രാക്കിൽ ഓടുന്നത്. നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ മെൻ്റലി ഡൗൺ ആവുന്ന സംഭവമാണ് ട്രാക്കിൽ ലോങ് ഓടുന്നത്. ട്രാക്കിൽ നമുക്കൊരു 5K 10K ഒക്കെ ഓടാൻ പറ്റും, പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ മെൻ്റലി ഭയങ്കര ഒരു ഡൗൺ ആവും. കാരണം നമ്മൾ സെയിം സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി ഇരിക്കുകയാണ്. അപ്പോൾ എന്നെക്കൊണ്ട് ഇതുവരെ മാക്സിമം പറ്റിയിട്ടുള്ള ഡിസ്റ്റൻസ് 15 കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുകയാണ് എനിക്കൊരു ഹാഫ് മാരത്തോൺ ഡിസ്റ്റൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അപ്പോൾ ഇന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ഞാൻ ഫോണും കൊണ്ടായിരിക്കില്ല ഓടുന്നത്, പക്ഷേ ഇടയ്ക്ക് ഹൈഡ്രേഷൻ ബ്രേക്ക് എടുക്കും. നമ്മൾ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെയാണ് നമ്മുടെ വെള്ളമൊക്കെ നോക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളവും ഇലക്ട്രോലൈറ്റും ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അത് കൊണ്ടുപോകണുണ്ടാവും. മേ ബി ഒരു 10 കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് എടുക്കുമായിരിക്കും. കാരണം ഇലക്ട്രോലൈറ്റ് എടുക്കണം, ലോങ് പോകണം, അല്ലെങ്കിൽ ക്രാമ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു 17 കിലോമീറ്റർ ഒക്കെ വീണ്ടും ഒരു ഹൈഡ്രേഷൻ ബ്രേക്ക് എടുക്കും. അപ്പോൾ ഹൈഡ്രേഷൻ ബ്രേക്ക് എടുക്കുന്ന സമയത്ത് ഞാൻ എന്താണ് കഥയെന്നൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയാം. എനിക്കറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുമെന്ന്. എന്തായാലും ഞാൻ റണ്ണ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എത്ര ഡിസ്റ്റൻസ് കംപ്ലീറ്റ് ചെയ്തു, ഈ ഒരു ഗോൾ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയോ ഇല്ല എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ആയിട്ട് ഷെയർ ചെയ്യാം. 10K ഡൺ. ഇനി 10K കൂടെ ഉണ്ട്. ഹൈഡ്രേഷൻ ബ്രേക്ക് എടുത്ത് 2 മിനിറ്റിൻ്റെ 1 മണിക്കൂർ എടുത്തില്ല, 56 മിനിറ്റ് സംതിങ് ആണ്. ഇതേ പേസിൽ പോയാൽ സബ് 2 അവർ ചെയ്യാൻ പറ്റും. കുറേ നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിൽ ഹാഫ് മാരത്തോൺ ഓടണമെന്നുള്ളത്. എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. ഇന്ന് 17 കിലോമീറ്റർ ആയപ്പോൾ കാല് നല്ല രീതിയിൽ ക്രാമ്പായി. അതിനുശേഷം 19 കിലോമീറ്ററൊക്കെ ആയപ്പോൾ എൻ്റെ കാലിനൊരു 2.5 കിലോ വെയിറ്റ് കൂടിയല്ലോ ഉണ്ടായിരുന്നു, ലെഫ്റ്റ് കാല് ക്രാമ്പായിട്ട്. പക്ഷേ ഞാൻ നിർത്തിയില്ല. ട്വിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ടൈമാണ്. നിങ്ങൾക്ക് എത്ര പേർ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞൂടാ. 2 മണിക്കൂർ 1 മിനിറ്റ് 21 സെക്കൻഡ് 21.12. പിന്നെ നോബ്ലാസ് 5 ആയിരുന്നു. ഞാൻ ഇത് റേസിന് മാത്രം ഇടുന്നതാണ്, അതുകൊണ്ട് കുറച്ചും കൂടെയൊക്കെ ഈസിയായി. ജെല്ലില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ജീവിതത്തിൽ എന്ത് വലിയ ചാലഞ്ച് വന്നാലും പറ്റുന്നൊരു മൈൻഡ് സെറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ പറ്റും. ഇതെല്ലാം മെൻ്റൽ ബ്ലോക്കാണ്. എനിക്ക് ഈ മെൻ്റൽ ബ്ലോക്ക് ക്രോസ് ചെയ്യണം എന്നൊരു ഗോൾ വെച്ചാണ് ഞാൻ ഈ ടാർഗറ്റ് മനസ്സിൽ വെച്ച് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഇന്ന് ഓടിയത്. അപ്പോൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ എന്ത് വേണോ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ മനസ്സിലായി. റണ്ണിങ്ങിൽ മാത്രമല്ല, വേറെ പല കാര്യത്തിലും, എന്ത് കാര്യത്തിലാണെങ്കിലും ഞാൻ അങ്ങനെയാണ്. കംപ്ലീറ്റ് ആവുന്നവരെ ഞാൻ അതിൽ കൺസിസ്റ്റൻ്റായിട്ട് ഫോക്കസ്ഡായിട്ട് എഫേർട്ട് കൊടുത്തുകൊണ്ടിരിക്കും. ആ ഒരു മൈൻഡ് സെറ്റ് മാത്രം മതി, ഏത് റേസ് ഡിസ്റ്റൻസും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നാളെ കാണാം. ബൈ.